Next example, evaluate integral over c f of z dz, where f of z is x square plus 3i xy and c is the line segment joining 1 plus I to 2 minus I. അപ്പോൾ നമ്മളിവിടെ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിൻ്റെ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. ദെൻ നമുക്ക് എന്താണ് എയും ബിയും എന്ന് കണ്ടുപിടിക്കണം. അതായത് ടിയുടെ റേഞ്ചാണ് എ ബി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സി എന്നുള്ള കോണ്ടൂറിനെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. ദെൻ ആ പാരാമീറ്റർ ടിയുടെ റേഞ്ച് എന്താണ്, അതാണ് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത് എന്താണ്? ലൈൻ സെഗ്മെൻ്റ് ആണ്. 1 പ്ലസ് ഐയിൽ നിന്ന് 2 മൈനസ് ഐയിലേക്കുള്ള ലൈനാണ്. അതായത് ഈ 1 പ്ലസ് ഐ എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്? 1 1 എന്നുള്ള പോയിൻ്റ്. 2 മൈനസ് ഐ എന്നുള്ളത് ഏതാണ്? 2 മൈനസ് 1 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ 1 1 എന്നുള്ള പോയിന്റിൽ നിന്ന് 2 മൈനസ് 1 എന്നുള്ള പോയിന്റിലേക്കുള്ള ഈക്വേഷൻ ഓഫ് ലൈനാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് x1 y1 ആൻഡ് x2 y2, ഈ ഈക്വേഷൻ നമുക്കറിയാം. അതെന്താണ് ഫോർമുല വരിക? y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 1 1 ടു 2 മൈനസ് 1 കണ്ടുപിടിക്കും. ഇവിടെ x1 y1 എന്നുള്ള പോയിൻ്റാണ് 1 1, x2 y2 എന്നുള്ള പോയിൻ്റാണ് 2 മൈനസ് 1. നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ എന്ത് കിട്ടും? y മൈനസ് 1 ബൈ മൈനസ് 1 മൈനസ് 1 is equal to x minus 1 by 2 minus 1. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 1 1 to 2 മൈനസ് 1. ദെൻ നമ്മൾ അതിനെ ടിയോട് ഇക്വേറ്റ് ചെയ്യണം. ഈക്വൽ ടു ടി എന്നാണ് നമ്മൾ എഴുതുക. ദെൻ നമുക്ക് എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടി കണ്ടുപിടിക്കണം. അതാണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. അപ്പം നമുക്കിവിടെ റേഞ്ച് ഫോർ ടി എന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് റേഞ്ച് ഫോർ ടി എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എക്സിനും വൈനും ഇൻ ടേംസ് ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്യാം. ഈ എക്സ് എന്നുള്ളത് 1 പ്ലസ് ടി ആണ്, വൈ എന്നുള്ളത് 1 മൈനസ് 2 ടി ആണ്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. നമ്മുടെ ഇവിടെ ഓൾറെഡി ഉള്ളത് എന്താണ്? വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 2 ഈക്വൽ ടു എന്താണ്? ടി ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് വൈ കണ്ടുപിടിക്കാം ഇൻ ടേംസ് ഓഫ് ടി. വൈ ഈക്വൽ ടു എന്ത് കിട്ടും? വൈ ഈക്വൽ ടു മൈനസ് 2t പ്ലസ് 1. ദെൻ വൈ കിട്ടി. ഇനി അതേമാതിരി എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്നുള്ളത് നമുക്കറിയാം എക്സ് മൈനസ് 1 ബൈ 2 മൈനസ് 1 എന്താണ്? ടി ആണ്. സോ എക്സ് മൈനസ് 1 ബൈ 1 ഈക്വൽ ടു ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് 1. അതാണ് നമുക്കിവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടി. അപ്പോൾ എക്സ് ഇൻ ടേംസ് ഓഫ് ടി കിട്ടി. വൈ ആൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് ടി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ടിയുടെ റേഞ്ച്. ടിയുടെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എക്സിൻ്റെയും വൈയുടെയും റേഞ്ച് അറിയാം അല്ലേ? എക്സ് എന്നുള്ളത് എന്താണ്? എക്സ് വൈ, അതായത് 1 1 എന്നുള്ള പോയിന്റിൽ നിന്ന് 2 മൈനസ് 1 എന്നുള്ള പോയിന്റിലേക്കുള്ള ഇക്വേഷൻ ഓഫ് ലൈനാണ്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്താണ്? 1 മുതൽക്ക് 2 വരെയാണ് എക്സിൻ്റെ റേഞ്ച് വരുന്നത്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതേമാതിരി വൈയുടെ റേഞ്ച് എന്താണ്? മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്ന് വെച്ചാൽ 1 1 ടു 2 മൈനസ് 1 ആയതുകൊണ്ട് വൈക്ക് റേഞ്ച് മൈനസ് 1 ടു 1 ആണ്. ദെൻ ഓൾറെഡി നമുക്ക് എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടി അറിയാം. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് അറിയാമെന്ന് വെച്ചാൽ നമുക്ക് ടിയുടെ റേഞ്ച് കണ്ടുപിടിക്കാം. അതായത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ച് ഫോർ എക്സും എക്സ് ഈക്വൽ ടു ടി പ്ലസ് 1 ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടിയുടെ റേഞ്ച് കണ്ടുപിടിക്കാം. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. എക്സ് എന്നുള്ളത് എന്താണ്? ടി പ്ലസ് 1. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ദെൻ ടിയുടെ റേഞ്ച് കിട്ടണമെങ്കിൽ എന്ത് വേണം? ത്രൂ ഔട്ട് നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ടിയുടെ റേഞ്ച് 0 ടു 1 കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ ടിയുടെ റേഞ്ച് കാണണമെന്നില്ല. വൈയുടെ റേഞ്ചും വൈയുടെ ഫോർമുലയും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടിയുടെ റേഞ്ച് കണ്ടുപിടിക്കാം. അതായത് വൈയുടെ റേഞ്ച് എന്താണ്? മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 2t പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 2t പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ ത്രൂ ഔട്ട് 1 സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് 2tയുടെ റേഞ്ച് കിട്ടും. അപ്പോൾ എന്താണ് റേഞ്ച് വരുന്നത്? മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 2t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ നമുക്ക് 2tയുടെ റേഞ്ച് മൈനസ് 2tയുടെ റേഞ്ചാണ് ഇവിടെ കിട്ടിയത്. ഇനി 2tയുടെ റേഞ്ച് എന്ത് ചെയ്യാം? 2tയുടെ റേഞ്ച് എന്നാൽ ത്രൂ ഔട്ട് മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ എന്ത് കിട്ടും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദെൻ ത്രൂ ഔട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടിയുടെ റേഞ്ച് 0 ടു
1 കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ടിയുടെ റേഞ്ച് കണ്ടുപിടിക്കാം. ഇവിടുന്ന് എക്സിൻ്റെ റേഞ്ചും എക്സിൻ്റെ ഫോർമുലയും യൂസ് ചെയ്ത് ടി കണ്ടുപിടിക്കുകയായിരിക്കും ഈ ഒരു കേസിൽ എളുപ്പമുണ്ടാവും. അപ്പോൾ 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു ടി ലെസ് ആൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് എക്സ് ആൻഡ് വൈ ആസ് ഇൻ ടേംസ് ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ടിയുടെ റേഞ്ചും കിട്ടി. ഇതാണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഫോർ ദ കോണ്ടൂർ സി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് സെഡ് ഓഫ് ടി കാണണം, സെഡ് ഡാഷ് ടി കാണണം. അപ്പോൾ സെഡ് ഓഫ് ടി എന്താണ്? സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്താണ്? എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1 പ്ലസ് ടി ആണ് എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി, ദാറ്റ് ഈസ് 1 മൈനസ് 2t. 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു ടി ലെസ് ആൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് സെഡ് ഓഫ് ടി. ഇനി നമുക്ക് സെഡ് ഡാഷ് ടി വേണം. സെഡ് ഡാഷ് ടി എന്താണ് വരിക? സെഡ് ഓഫ് ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ സെഡ് ഡാഷ് ടി ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് ഐ ഇൻറ്റു -2, ദാറ്റ് ഈസ് 1 മൈനസ് 2i. ദെൻ സെഡ് ഡാഷ് ടി കിട്ടി. ഇനി എഫ് ഓഫ് സെഡ് ഓഫ് ടി കണ്ടുപിടിക്കണം. എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3i(xy) ആണ്. അതായത് സെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്താണ്? എക്സ് പ്ലസ് ഐ വൈയുടെ റിയൽ പാർട്ടാണ് എക്സ്, വൈ എന്നുള്ളത് ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3i ഇൻറ്റു (xy) ആണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ്. ദെൻ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്തായിരിക്കും? എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്താണ്? എക്സ് ഓഫ് ടി ആണ്, വൈയുടെ പ്ലേസിൽ വൈ ഓഫ് ടി ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താവും? എക്സ് ഓഫ് ടി സ്ക്വയർ പ്ലസ് 3i ഇൻറ്റു എക്സ് ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് 3i ഇൻറ്റു എക്സ് ഓഫ് ടി എന്താണ്? 1 പ്ലസ് ടി, വൈ ഓഫ് ടി എന്താണ്? 1 മൈനസ് 2t. അപ്പോൾ 1 പ്ലസ് ടി ഇൻറ്റു 1 മൈനസ് 2t. ദെൻ നമ്മൾ ഇൻ്റഗ്രൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻ്റഗ്രൽ 0 to 1, ടിയുടെ റേഞ്ച് ആണ് 0 to 1. എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ. എഫ് ഓഫ് സെഡ് ഓഫ് ടിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് 3i ഇൻറ്റു 1 പ്ലസ് ടി ഇൻറ്റു 1 മൈനസ് 2t ഇൻറ്റു സെഡ് ഡാഷ് ടി. സെഡ് ഡാഷ് ടി എന്താണ്? 1 മൈനസ് 2i ഡി ടി. ദെൻ ഇതിനെ നമ്മൾ ഈ 1 മൈനസ് 2i എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് 2i ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്ത് എന്താ വരിക? 1 പ്ലസ് 2t പ്ലസ് ടി സ്ക്വയർ പ്ലസ് 3i ഇൻറ്റു 1 പ്ലസ് ടി ഇൻറ്റു 1 മൈനസ് 2t, ദാറ്റ് ഈസ് 1 പ്ലസ് ടി മൈനസ് 2t മൈനസ് 2t സ്ക്വയർ വരും. അപ്പോൾ ഈ ടേംസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടി മൈനസ് 2t എന്താണ്? മൈനസ് ടി മൈനസ് 2t സ്ക്വയർ. അപ്പോൾ എന്താണ് വരിക? 3i ഇൻറ്റു 1 മൈനസ് ടി മൈനസ് 2t സ്ക്വയർ ഡി ടി. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2i ഇൻറ്റു ദെൻ ഇൻ്റഗ്രേഷൻ ചെയ്യാണ്. അപ്പോൾ റിയൽ പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് ഇമാജിനറി പാർട്ടിനെ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ടി പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ ടി, 2tയുടെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ, അതായത് 2 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2. അപ്പോൾ ടി സ്ക്വയർ വരും പ്ലസ് ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1 പ്ലസ് 3i ഇൻറ്റു 1ൻ്റെ ഇൻ്റഗ്രൽ ടി വരും മൈനസ് ടിയുടെ ഇൻ്റഗ്രൽ എന്താണ്? ടി സ്ക്വയർ ബൈ 2 മൈനസ് 2t സ്ക്വയർ, 2t സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ 2t ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. ദെൻ ഫൈനൽ ആൻസർ 4/3 മൈനസ് i ഇൻറ്റു 31/6 കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആൻഡ് സി ഇസ് ദ പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം 0 0 to 2 4. അപ്പോൾ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ ആണ്. സി എന്ന് പറയുന്നത് എന്താണ്? പരാബോളയാണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള പരാബോള ഫ്രം 0 0 to 2 4. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് തന്നിരിക്കുന്നത്, ഇക്വേഷനാണ് തന്നിരിക്കുന്നത് ഓൾറെഡി. y ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതാണ് നമ്മുടെ ഇക്വേഷൻ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ നമുക്കിവിടെ എങ്ങനെ എക്സ് ആൻഡ് വൈ ഇൻ ടേംസ് ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എടുക്കാം? എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എക്സ് ടി ആണെങ്കിൽ വൈ എന്തായിരിക്കും? ടി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെഡ് ഓഫ് ടി എങ്ങനെ എഴുതാം? സെഡ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി, ദാറ്റ് ഈസ് ടി പ്ലസ് ഐ ടി സ്ക്വയർ. ദെൻ ടിയുടെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ടി നമുക്കറിയാം, പരാബോള നമുക്ക് തന്നിട്ടുണ്ട്. പരാബോളയുടെ റേഞ്ച് നമുക്ക് 0 0 to 2 4 ആണ്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് അറിയാം 0 to 2.
എക്സ് ആണ് നമ്മളിവിടെ ടി ആയിട്ട് എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ടിയുടെ റേഞ്ച് എന്തായിരിക്കും 0 to 2. ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് ടി. ദെൻ എഫ് ഓഫ് സെറ്റ് ഓഫ് ടി. എഫ് ഓഫ് സെറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് സെറ്റ് എന്നുള്ളത് സെറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് സെറ്റ് ഓഫ് ടി എന്താണ്? സെറ്റ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ടി പ്ലസ് ഐ ടി സ്ക്വയർ ആയ കാരണം സെറ്റ് ഓഫ് ടി സ്ക്വയർ എന്ത് വരും? ടി പ്ലസ് ഐ ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ദെൻ സെറ്റ് ഡാഷ് ടി എന്താണ്? സെറ്റ് ഡാഷ് ടി എന്ന് പറയുന്നത് ടി പ്ലസ് ഐ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് 1 + 2i ടി. ദെൻ ഇനി ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്തു. പാരാമീറ്ററിൻ്റെ റേഞ്ച് 0 to 2 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്തറിയാം? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എന്താണ്? ഇൻ്റഗ്രൽ റേഞ്ചാണ്. പാരാമീറ്ററിൻ്റെ റേഞ്ച് 0 to 2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് സെറ്റ് ഓഫ് ടി സെറ്റ് ഡാഷ് ടി ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് സെറ്റ് ഓഫ് ടി, ദാറ്റ് ഈസ് ടി പ്ലസ് ഐ ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സെറ്റ് ഡാഷ് ടി, ദാറ്റ് ഈസ് 1 + 2i ടി ഡി ടി. ദെൻ ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്കിതിൽ ടി പ്ലസ് ഐ ടി സ്ക്വയർ അതിൻ്റെ ഡെറിവേറ്റീവാണ് കിടക്കുന്നത് ഈ 1 + 2i ടി. അപ്പം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇൻ്റഗ്രേഷൻ ചെയ്യണം. ടി പ്ലസ് ഐ ടി സ്ക്വയറിന് നമ്മൾ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ 1 + 2i ടി ഡി ടി അതെന്താവും? ഡി യു ആവും. ദെൻ റേഞ്ച് ചേഞ്ച് ചെയ്യാണ്. ടിയുടെ റേഞ്ച് 0 to 2 ആകുമ്പോൾ യുവിൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ യു എന്താണ് വരിക? 0 + i 0, അപ്പോൾ യു 0 എന്ന് കിട്ടും. ദെൻ ടി ഈക്വൽ ടു 2 ആകുമ്പോൾ യു എന്താണ് വരിക? യു ഈസ് 2 + i × 2 സ്ക്വയർ, ദാറ്റ് ഈസ് 2 + i × 4. അപ്പോൾ യുവിൻ്റെ റേഞ്ച് കിട്ടി. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 + i 4 എഫ് ടി പ്ലസ് ഐ ടി സ്ക്വയർ, ദാറ്റ് ഈസ് യു. അപ്പോൾ യു സ്ക്വയർ എന്ന് വരും. ദെൻ 1 + 2i ടി ഡി ടി അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഡി യു എന്ന് കൊടുക്കാം. അപ്പോൾ യു സ്ക്വയർ ഡി യു, ദാറ്റ് ഈസ് ഈക്വൽ ടു യു ക്യൂബ് ബൈ 3. യു സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു യു ആണ്. അപ്പോൾ യു ക്യൂബ് ബൈ 3. ദെൻ വിതിൻ ദ ലിമിറ്റ് 0 to 2 + i 4 എന്തായിരിക്കും വരിക? അപ്പോൾ 2 + അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 + i × 4 the whole cube divided by 3. then expand ചെയ്ത് കഴിഞ്ഞാൽ that is equal to എന്ത് കിട്ടും? -8/3 × 11 + 2i എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. then next problem, evaluate integral over c z bar dz where c is the right hand half of the circle mod z equal to 2 from z is equal to -2i to z is equal to 2i. അതായത് ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എന്നുള്ള കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് സെറ്റ് എന്താണ് ഇവിടെ വരുന്നത്? സെറ്റ് ബാർ ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. ദെൻ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ പറഞ്ഞിട്ട് സി എന്താണ്? റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് ദ സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു 2 ഫ്രം സെറ്റ് ഈക്വൽ ടു -2i ടു സെറ്റ് ഇസ് ഈക്വൽ ടു 2i. അതായത് നമ്മൾ ആദ്യം മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്നുള്ളത് എന്താണ്? നമുക്കറിയാം ദാറ്റ് ഇസ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 2. അപ്പോൾ 2 ആണ് അതിൻ്റെ റേഡിയസ് വരിക. ദെൻ 2 -2 2i -2i ഈ പോയിൻറ്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്താണ്? ഇതാണ് സർക്കിൾ വരിക. ദെൻ ഇതിൽ നമുക്ക് സി എന്നുള്ളത് സർക്കിൾ മുഴുവനുമില്ല. റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു 2 ഫ്രം സെറ്റ് ഈക്വൽ ടു -2i ടു സെറ്റ് ഈസ് ഈക്വൽ ടു 2i. അപ്പം -2i നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2i വരെയുള്ള ഈ ഒരു പോർഷനാണ് നമ്മുടെ സി എന്നുള്ള പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്നത്. അതായത് ഇതാണ് നമ്മുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇങ്ങനെയാണ് ഡയറക്ഷൻ -2i നിന്ന് 2iയിലേക്കുള്ള പാർട്ട്. ദെൻ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പം നമുക്കിവിടെ റേഞ്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ സർക്കിളിന് നമുക്ക് എങ്ങനെ എടുക്കാം? സർക്കിൾ എന്നുള്ളത് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 2 ആണ്. അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വരുന്നത് സെറ്റ് ഓഫ് ടി അല്ലെങ്കിൽ സെറ്റ് ഓഫ് തീറ്റ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആംഗിൾ സർക്കിൾ ആകുമ്പോൾ നമ്മൾ തീറ്റയിലാണ് പാരാമീറ്റർ പറയാറ്. അപ്പോൾ സെറ്റ് ഓഫ് തീറ്റ നമുക്ക് എങ്ങനെ എടുക്കാം? സർക്കിൾ ഹാവിങ് റേഡിയസ് ആർ സെൻറ്റർ അറ്റ് ഒറിജിൻ അതിൻ്റെ ഇക്വേഷൻ സെറ്റ് ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ. സെറ്റ് ഓഫ് തീറ്റ ഈസ് ആർ ഇ റേസ് ടു ഐ തീറ്റ. സർക്കിൾ മൊത്തം കിട്ടാൻ വേണ്ടിയിട്ടുള്ള റേഞ്ച് 0 to 2π തീറ്റയ്ക്ക് റേഞ്ച് എടുക്കണം.
അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റൈറ്റ് ഹാഫ് മാത്രം മതി. അപ്പം നമുക്ക് ഇവിടുത്തെ റേഡിയസ് 2 ആണെന്നറിയാം. അപ്പം നമുക്ക് എന്താണ് ഇക്വേഷൻ? സെഡ് ഓഫ് തീറ്റ ഈക്വൽ ടു 2e⁻θ. ദെൻ തീറ്റയ്ക്ക് റേഞ്ച് നമുക്ക് എന്തെടുക്കാം? -π/2. ഈ ഒരു ആംഗിൾ തീറ്റ ഈക്വൽ ടു എന്തെടുക്കാം? കൗണ്ടർ ക്ലോക്ക് വൈസ് എടുക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? -π/2 ആണെന്ന് പറയാം അല്ലേ. അതേമാതിരി ഈ ഒരു ആംഗിൾ -π/2 മുതൽക്ക് എവിടം വരെ എടുക്കണം? ഈ ഒരു ആംഗിൾ π/2 വരെ. തീറ്റ ഈക്വൽ ടു π/2 വരെ എടുക്കണം. അപ്പോൾ തീറ്റയ്ക്ക് റേഞ്ച് നമുക്ക് എങ്ങനെ കൊടുക്കാം? -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സി എന്നുള്ള കോണ്ടൂറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കിട്ടും, പാരാമീറ്ററിൻ്റെ റേഞ്ചും കിട്ടി. ഇവിടെ നമ്മൾ പാരാമീറ്റർ തീറ്റ ആയിട്ടാണ് എടുത്തിട്ടുണ്ട്. സർക്കിളിന് സാധാരണ തീറ്റ വെച്ചിട്ടാണ് പാരാമീറ്റർ റെപ്രസെൻറ്റ് ചെയ്യുക. ടി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സെഡ് ഓഫ് തീറ്റ ഈക്വൽ ടു 2e⁻θ where theta varies between -π/2 and π/2. ദെൻ ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇൻ്റഗ്രൽ റേഞ്ച് ഫോർ പാരാമീറ്റർ -π/2 to π/2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ -π/2 to π/2 എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ സെഡ് ഡാഷ് തീറ്റ ഡി തീറ്റ ഇത് കണ്ടുപിടിക്കണം. ദെൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് ബാർ ആണ്. ദെൻ എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്താണ്? സെഡ് ഓഫ് തീറ്റ കോൺജുഗേറ്റ്. ദെൻ 2e⁻θയുടെ കോൺജുഗേറ്റ് എന്താണ്? അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സെഡ് ഓഫ് തീറ്റയുടെ കോൺജുഗേറ്റ്. അപ്പോൾ 2e⁻θയുടെ കോൺജുഗേറ്റ്. 2e⁻θ എന്ന് വെച്ചാൽ എന്താണ്? 2e⁻θ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2e⁻θ എന്ന് വെച്ചാൽ എന്താണ്? 2 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതാണ് 2e⁻θ. ദെൻ 2e⁻θ എന്നുള്ള ഇതിൻ്റെ കോൺജുഗേറ്റ് എന്നുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 2 ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. ഇമാജിനറി പാർട്ടിൻ്റെ നമ്മൾ സൈൻ റിവേഴ്സ് ചെയ്തു. ദെൻ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു e⁻−i⁻θ. അപ്പോൾ 2e⁻θയുടെ കോൺജുഗേറ്റാണ് 2e⁻−i⁻θ. അപ്പോൾ എന്ത് വരും? സെഡ് എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ ഈ സെഡ് ഓഫ് തീറ്റ കോൺജുഗേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2e⁻−i⁻θ. ഇനി നമുക്ക് എന്ത് വേണം? അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ കണ്ടുപിടിച്ചു. ഇനി സെഡ് ഡാഷ് തീറ്റ വേണം. സെഡ് ഡാഷ് തീറ്റ എന്താണ് വരിക? സെഡ് ഓഫ് തീറ്റേനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2i⁻i⁻θ. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻ്റഗ്രൽ -π/2 to π/2 എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ സെഡ് ഡാഷ് തീറ്റ ഡി തീറ്റ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -π/2 to π/2 2e⁻−i⁻θ ഇൻറ്റു 2i⁻i⁻θ d തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π/2 to π/2 4i ഇൻറ്റു e⁻−i⁻θ ഇൻറ്റു e⁻i⁻θ എന്താണ്? 1 ആണ്. അപ്പോൾ 4i d തീറ്റ. ദെൻ 4i കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ 4i ഇൻറ്റു ഇൻ്റഗ്രൽ -π/2 to π/2 d തീറ്റ. ദെൻ ഇതെന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 4i ഇൻറ്റു തീറ്റ വിതിൻ ദ ലിമിറ്റ് -π/2 to π/2. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 4i ഇൻറ്റു π/2 minus π/2 that is π/2 plus π/2. So we have 4i into π/2 plus π/2 എന്താണ്? പൈ ആണ്. 4i പൈ that is equal to 4πi. അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് ഇൻ്റഗ്രൽ ഈസ് 4πi. Then next question, show that integral over c z minus z0 raised to m dz is equal to 2πi if m equal to -1 and 0 if m not equal to -1, where m is an integer and c is the circle with the center z0 and radius r in counterclockwise sense. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. m equal to 1 and m equal to -1 and m not equal to -1 കേസിൽ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്താണ്? സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം. സി എന്നുള്ളത് എന്താണ്? സർക്കിളാണ്. സെൻറ്റർ അറ്റ് സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ. ദെൻ സെൻറ്റർ സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആറിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വരുന്നത് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റയാണ്. സെൻറ്റർ അറ്റ് ഒറിജിൻ ആയിരുന്നെങ്കിൽ സെഡ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ.
റേഡിയസ് ആർ ഉള്ള സർക്കിളിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. ഇവിടെ സെൻറ്റർ സെറ്റ് നോട്ട് ആൻഡ് റേഡിയസ് ആർ ആണ്. അപ്പോൾ സെറ്റ് എങ്ങനെ എഴുതാം? സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റയാണ്. അപ്പോൾ നമുക്ക് സി എന്നുള്ള കോണ്ടൂറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സെറ്റ് ഓഫ് തീറ്റ ഈസ് സെറ്റ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റ. ദെൻ സർക്കിളിൻ്റെ റേഞ്ച് തീറ്റയ്ക്ക് നമുക്ക് സർക്കിൾ മൊത്തത്തിൽ വരുന്നുണ്ട്. അപ്പോൾ റേഞ്ച് എന്ന് എടുക്കാം 0 to 2π തീറ്റയ്ക്ക് റേഞ്ച് എടുക്കാം. 0 <= തീറ്റ <= 2π. ദെൻ ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണ്? അപ്പോൾ ഇൻ്റഗ്രൽ പാരാമീറ്ററിൻ്റെ റേഞ്ച് 0 to 2π ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ സെഡ് ഡാഷ് തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇനി എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ കണ്ടുപിടിക്കണം. എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ, എഫ് ഓഫ് സെഡ് എന്താണ്? സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എം ആണ്. ദെൻ എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്താണ്? സെഡിനെ റീപ്ലേസ് ചെയ്ത് സെഡ് ഓഫ് തീറ്റ കൊടുക്കുക. എന്ത് കിട്ടും? സെഡ് ഓഫ് തീറ്റ മൈനസ് സെഡ് നോട്ട് റേസ് ടു എം. ദെൻ സെഡ് ഓഫ് തീറ്റ മൈനസ് സെഡ് നോട്ട്, നമുക്കറിയാം സെഡ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റയാണ്. അപ്പോൾ സെഡ് ഓഫ് തീറ്റ മൈനസ് സെഡ് നോട്ട് എന്താണ്? ആർ ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ സെഡ് ഓഫ് തീറ്റ മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം എങ്ങനെ എഴുതാം? ആർ ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു എം. ദാറ്റ് ഈസ് ആർ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു ഐ എം തീറ്റ. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ കിട്ടി. ഇനി സെഡ് ഡാഷ് തീറ്റ കണ്ടുപിടിക്കണം. സെഡ് ഡാഷ് തീറ്റ, അതായത് സെഡ് ഓഫ് തീറ്റേനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഐ ആർ ഇ റേസ് ടു ഐ തീറ്റ. ദെൻ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ സെഡ് ഡാഷ് തീറ്റ ഡി തീറ്റ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ആർ റേസ് ടു എം ഇ റേസ് ടു ഐ എം തീറ്റ ഇൻറ്റു സെഡ് ഡാഷ് തീറ്റ. സെഡ് ഡാഷ് തീറ്റ എന്താണ്? ഐ ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ നമുക്ക് കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് എടുക്കാം. ഐ ആർ റേസ് ടു എം പ്ലസ് 1. അത് കോൺസ്റ്റൻ്റ് ആണ്, തീറ്റയിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് ഔട്ട് സൈഡ് എടുത്തു. ദെൻ ഇൻ്റഗ്രൽ 0 to 2π ഇ റേസ് ടു ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എം തീറ്റ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റയാണ് വരിക. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 തീറ്റ ഡി തീറ്റ. ദെൻ ഇൻ്റഗ്രേഷൻ ചെയ്യണു. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്താണ്? ആർ റേസ് ടു എം പ്ലസ് 1 ഇൻ്റഗ്രേഷൻ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഐ ആർ റേസ് ടു എം പ്ലസ് 1 വരും. ദെൻ ഇ റേസ് ടു ഐ എം പ്ലസ് 1 തീറ്റ, അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റേസ് ടു ഐ എം പ്ലസ് 1 തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഐ ഇൻറ്റു എം പ്ലസ് 1, ഐ ഇൻറ്റു എം പ്ലസ് 1. ദെൻ ഈ ഐ കട്ടാവും. ദെൻ എന്താണ് ആൻസർ വരിക? ആർ റേസ് ടു എം പ്ലസ് 1 ഡിവൈഡഡ് ബൈ എം പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു ഐ എം പ്ലസ് 1 തീറ്റ വിതിൻ ദ ലിമിറ്റ് 0 to 2π. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ റേസ് ടു എം പ്ലസ് 1 ഡിവൈഡ്, ഇത് എം നോട്ട് ഈക്വൽ ടു 1 ആവണ കേസിലെ ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്റർ ഇവിടെ ഒരു എം പ്ലസ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ അത് 0 ആവാൻ പറ്റില്ല. അപ്പോൾ എം നോട്ട് ഈക്വൽ ടു -1 ആവണ കേസിൽ. ദെൻ നെക്സ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ആർ റേസ് ടു എം പ്ലസ് 1 ഡിവൈഡഡ് ബൈ എം പ്ലസ് 1. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ 2π കൊടുക്കുമ്പോൾ ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 2π മൈനസ് ഇ റേസ് ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 2π മൈനസ് ഇ റേസ് ടു 0 എന്താണ് വരുന്നത്? 0 ആണ്. ദെൻ വി ഹാവ് ആൻസർ ഈസ് 0. അപ്പോൾ എം നോട്ട് ഈക്വൽ ടു -1 ആവണ കേസിൽ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ വാല്യൂ 0 ആണെന്ന് കിട്ടി. ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 0 എങ്ങനെ കണ്ടുപിടിക്കാം? ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 2π എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 2π, ദാറ്റ് ഈസ് കോസ് ഓഫ് എം പ്ലസ് 1 2π പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് എം പ്ലസ് 1 2π വരും. ദെൻ സൈനിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് 2π എന്താണ്? 0 ആണ്. കോസിൻ്റെ 2πയുടെ മൾട്ടിപ്പിൾ എന്താണ് വരിക? 2πയുടെ മൾട്ടിപ്പിളിൻ്റെ വാല്യൂ 1 ആണ് വരിക. അപ്പോൾ ഈ ഒരു ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 2π എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ ഇ റേസ് ടു 0 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 - 1 എടുക്കുമ്പോൾ 0 കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈ 0 ഇഫ് എം നോട്ട് ഈക്വൽ ടു -1 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇത് ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി എം ഈക്വൽ ടു -1 ആവണ കേസിൽ എം ഈക്വൽ ടു -1 ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്കത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഐ ഇൻറ്റു ആർ റേസ് ടു എം പ്ലസ് 1 ഇൻ്റഗ്രൽ 0 to 2π ഇ റേസ് ടു ഐ ഇൻറ്റു എം പ്ലസ് 1 തീറ്റ ഡി തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ എമ്മിൻ്റെ വാല്യൂ ആണ് -1 വരുന്നത്.
അപ്പോൾ നമ്മളവിടെ എഴുതുകയാണ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് I into r is to m plus 1 integral 0 to 2 pi e raised to I into m plus 1 theta d theta. ഈ എമ്മിന് -1 കൊടുക്കുമ്പോൾ എന്താണ് ഇ റേസ് ടു ഐ ഇൻറ്റു -1 പ്ലസ് 1. അപ്പോൾ ഇ റേസ് ടു ഐ ഇൻറ്റു 0 തീറ്റ. അപ്പോൾ ഇ റേസ് ടു 0 എന്ന് പറയുന്നതാണ് 1. അപ്പോൾ ഇവിടെ 1 ആണ് ഇൻ്റഗ്രാൻഡ് വരിക. അപ്പോൾ ഐ ഇൻറ്റു ഇവിടെ നമുക്ക് ആർ റേസ് ടു എം പ്ലസ് 1 ഉണ്ട്. ഈ എമ്മിന് 1 കൊടുക്കുമ്പോൾ -1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും ആർ റേസ് ടു 0. അപ്പോൾ 1 വരും. അപ്പോൾ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 pi 1 d തീറ്റ. ദെൻ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഐ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേഷൻ 1ൻ്റെ. അപ്പോൾ എന്ത് വരും തീറ്റ വരും വിത്തിൻ ദ ലിമിറ്റ് 0 to 2 pi. തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 to 2 pi. അപ്പോൾ എന്താണ് കിട്ടുക ഐ ഇൻറ്റു 2 pi മൈനസ് 0. ദെൻ ആൻസർ 2 pi ആയി കിട്ടും. അപ്പോൾ എം ഈക്വൽ ടു -1 ആവുന്ന കേസിൽ എന്താണ് ഇൻ്റഗ്രൽ വാല്യൂ 2 pi ആയി. ദെൻ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ലെറ്റ് സി be the arc of the circle mod z is equal to 2. From z equal to 2 to z is equal to 2i. That lies in the first quadrant. Without evaluating integral, show that modulus of integral over c dz by z square minus 1 less than or equal to pi by 3. ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ചെയ്യാനായിട്ട് നമ്മൾ എം എൽ ഇനീക്വാലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. എം എൽ ഇനീക്വാലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് നമുക്ക് മോഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇതിനൊരു ബൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഒരു മോഡ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് എം ഇൻറ്റു എൽ ആണ്. ഈ എൽ എന്ന് പറയുന്നത് എന്തായിരുന്നു എൽ എന്ന് പറയുന്നത് കോണ്ടൂർ സിയുടെ ലെങ്ത് ആയിരുന്നു. ദെൻ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് സെഡ് ൻ്റെ ബൗണ്ടാണ്. അതായത് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ സി ആണെങ്കിൽ ഈ എം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യണം എം എന്നുള്ള ക്വാണ്ടിറ്റി. അതായത് ഓൺ ദ കോണ്ടൂർ സി മോഡ് എഫ് ഓഫ് സെഡിനുള്ള ഒരു അപ്പർ ബൗണ്ടാണ് എന്ത് ക്യാപിറ്റൽ എം എന്ന് പറയണത്. ദെൻ നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്താണ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 by z സ്ക്വയർ -1 ആണ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ 1 by z സ്ക്വയർ -1. സി എന്നുള്ള കോണ്ടൂർ നമുക്ക് തന്നിട്ടുണ്ട്. സി എന്നുള്ളത് എന്താണ് ആർക്ക് ഓഫ് സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2 ഫ്രം സെഡ് ഈക്വൽ ടു 2 ടു സെഡ് ഈക്വൽ ടു 2i. അപ്പോൾ മോഡ് സെഡ് ഈക്വൽ ടു 2 എന്നുള്ള സർക്കിൾ എന്താണ് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ നമുക്ക് സർക്കിൾ ഇങ്ങനെ കിട്ടും. ദെൻ നമ്മുടെ കോണ്ടൂർ എന്താണ് സെഡ് ഈക്വൽ ടു 2 മുതൽക്ക് സെഡ് ഈക്വൽ ടു 2i വരെയുള്ള പാർട്ട്. അപ്പോൾ സെഡ് ഈക്വൽ ടു 2 എന്നുള്ള നമ്പർ ഏതാണ് 20 എന്നുള്ള നമ്പറാണ്. അതായത് ഈ ഒരു നമ്പർ. ദെൻ ഈ ഒരു നമ്പറാണ് സെഡ് ഈക്വൽ ടു 2. സെഡ് ഈക്വൽ ടു 2i എന്താണ് സെഡ് ഈക്വൽ ടു 2i എന്നുള്ളത് 0,2 എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 2i എന്നുള്ളത് ഏതാണ് ഈ ഒരു പോയിൻ്റ്. അപ്പോൾ 2 മുതൽക്ക് 2i വരെയുള്ള പാർട്ടാണ് എന്ത് വരുന്നത് നമ്മുടെ കോണ്ടൂർ വരുന്നത്. അപ്പോൾ ഇത്രയും പാർട്ടേ വരുന്നുള്ളൂ സി എന്നുള്ള കോണ്ടൂർ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആണ് നമുക്ക് എൽ എന്നുള്ള നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ എൽ എന്നുള്ള നമ്പർ എന്തായിരിക്കും ലെങ്ത് ഓഫ് സി. ലെങ്ത് ഓഫ് സി എന്താണ് നമുക്ക് ടോട്ടൽ പെരിമീറ്റർ ഓഫ് സർക്കിൾ ഹാവിങ് റേഡിയസ് 2 അറിയാം അല്ലേ. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ് റേഡിയസ് r ആണെങ്കിൽ പെരിമീറ്റർ ഈസ് 2 pi r. അപ്പോൾ ഇവിടെ 2 ആണ് റേഡിയസ്. അപ്പോൾ 2 pi ഇൻറ്റു 2 ആയിരിക്കും ടോട്ടൽ ലെങ്ത് ഓഫ് സർക്കിൾ വരിക. ദെൻ കോണ്ടൂർ എന്താണ് അതിൻ്റെ 1/4 പാർട്ടേ ഉള്ളൂ. അപ്പോൾ 1/4 ഇൻറ്റു 2 pi r that is 1/4 into 2 pi into 2 that is 1/4 into 4 pi that is equal to pi. അപ്പോൾ ലെങ്ത് ഓഫ് കോണ്ടൂർ സി എന്താണ് പൈ ആണ്. അപ്പോൾ എൽ എന്നുള്ള വാല്യൂ ആണ് പൈ. ഇനി എം കണ്ടുപിടിക്കണം. അതായത് ഓൺ സി മോഡ് എഫ് ഓഫ് സെഡിൻ്റെ ബൗണ്ടാണ് എന്ത് എം. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്താണ് എന്ന് കണ്ടുപിടിക്കാം. അതായത് ഓൺ സി എഫ് ഓഫ് സെഡ് എന്താണ് എന്ന് കണ്ടുപിടിക്കാം. ഓൺ സി എഫ് ഓഫ് സെഡ് ഈക്വൽ ടു നമുക്കപ്പോൾ സി എന്നുള്ള കർവിൽ സെഡ് എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സി എന്നുള്ള കർവ് എന്താണ് ആക്ച്വലി അതെന്താണ് സർക്കിളാണ്. അപ്പോൾ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ സെഡ് ഓഫ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം റേഡിയസ് 2 സെൻറ്റർ അറ്റ് ഒറിജിൻ ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ സെഡ് ഓഫ് തീറ്റ ഈസ് 2 e⁻⁻i തീറ്റ. തീറ്റയ്ക്ക് റേഞ്ച് എന്തെടുക്കണം തീറ്റ എന്നുള്ളത് സി നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും പാർട്ടേ ഉള്ളൂ മൊത്തമില്ല. മൊത്തം സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ 0 to 2pi എടുക്കായിരുന്നു. ഇവിടെ എന്ത് മതി 0 to തീറ്റ റേഞ്ചസ് ബിറ്റ്വീൻ 0 to pi/2 മതി. അപ്പോൾ സെഡ് ഓഫ് തീറ്റ കർവ് സിയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ സെഡ് ഓഫ് തീറ്റ ഈസ്
2 e raised to I theta 0 less than or equal to theta less than or equal to pi by 2. Then on C നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് സെഡിന് ബൗണ്ട്. സിയിലെ പോയിൻറ്റ്സ് ഏതാണ്? സെഡ് ഓഫ് തീറ്റ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൺ സി എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ. ദെൻ എന്താണ് എഫ് ഓഫ് സെഡ്? എഫ് ഓഫ് സെഡ് ഈസ് 1/z² മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്തായിരിക്കും? 1/z(θ²) minus 1. That is 1 divided by z(θ²). That is 4 e raised to 2i theta minus 1 എന്ന് വരും എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ. അതായത് ഓൺ സി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? 1/4 e raised to I 2 theta minus 1. ദെൻ ഈ എഫ് ഓഫ് സെഡ് എന്നുള്ളത് കിട്ടി. ഇനി മോഡ് എഫ് ഓഫ് സെഡിനാണ് നമുക്ക് ബൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. മോഡ് z1 മൈനസ് z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 മൈനസ് മോഡ് z2. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഫ് ഓഫ് സെഡിൻ്റെ ബൗണ്ട് ഓൺ സി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് 4 e raised to, അതായത് ഈ ഒരു ഡിനോമിനേറ്റർ ടേമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് 4 e raised to I 2 theta minus 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? z1 എന്നുള്ളത് 4 e raised to 2 I theta എടുക്കണം. z2 എന്നുള്ളത് നമ്മൾ 1 എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് 4 e raised to 2 I theta മൈനസ് മോഡ് 1. മോഡ് 1 എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ മൈനസ് 1 മോഡുലസ് ഓഫ് മോഡ് 4 e raised to 2 I theta minus 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to 2 I theta മോഡ് വാല്യൂ എന്താണ്? e raised to I 2 theta ഇതിൻ്റെ മോഡ് വാല്യൂ എന്താണ്? e raised to I 2 theta എന്ന് വെച്ചാൽ എന്താണ്? cos 2 theta പ്ലസ് I ഇൻറ്റു സൈൻ 2 theta. ദെൻ ഇതിൻ്റെ മോഡുലസ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ 2 theta പ്ലസ് സൈൻ സ്ക്വയർ 2 theta. ഈ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഈ മോഡുലസ് ഓഫ് മോഡ് 4 e raised to I 2 theta minus 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് മോഡ് 4 ഇൻറ്റു മോഡ് e raised to I 2 theta minus 1 എന്ന് എഴുതാം. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് 4 എന്താണ്? 4 ആണ്. ദെൻ മോഡുലസ് ഓഫ് e raised to I 2 theta എന്താണ്? 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3. ആൻസർ 3 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ദെൻ 1 ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 4 e raised to I 2 theta മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും? 1/3. അതായത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 എന്നാവും. അതായത് ഓൺ സി മോഡ് എഫ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മോഡ് 4 e raised to 2 I theta മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3. അപ്പോൾ ഓൺ സി മോഡ് എഫ് ഓഫ് സെഡിൻ്റെ ബൗണ്ട് എന്താണ്? അപ്പർ ബൗണ്ടാണ് 1/3. അപ്പോൾ എം എന്ത് കിട്ടി? എം ഇസ് ഈക്വൽ ടു 1/3. ഇതായിരുന്നു എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ എമ്മിന് 1/3 എന്ന് വാല്യൂ കിട്ടി. സോ ബൈ എം എൽ ഇനീക്വാലിറ്റി നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്, അതായത് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു എൽ. എമ്മിൻ്റെ വാല്യൂ പൈ ആണ്. എല്ലിൻ്റെ വാല്യൂ എല്ലിൻ്റെ വാല്യൂ പൈ ആണ്. എം വാല്യൂ എന്താണ്? 1/3 ആണ്. അപ്പോൾ എം ഇൻറ്റു എൽ എന്തായി? പൈ ഇൻറ്റു 1/3 ദാറ്റ് ഈസ് π/3. അപ്പം നമ്മൾ ആക്ച്വലി ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാതെ π/3 എന്താണ്? മോഡ് ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 1 ബൗണ്ടാണ്, അപ്പർ ബൗണ്ടാണ് എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ബൈ സെഡ് പ്ലസ് 1 ഡി സെഡ് വേർ സി ഇസ് ദ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 4. അപ്പോൾ അതേപോലെ നമുക്ക് സി എന്നുള്ള കോണ്ടൂർ അറിയാം. മോഡ് സെഡ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്താണ്? അതായത് റേഡിയസ് 4 ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ ഓഫ് സർക്കിൾ, അതാണ് ആ സർക്കിളിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 2πr ആണ് ഫോർമുല. ആ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr. അപ്പോൾ 2π ഇൻറ്റു ഇവിടെ റേഡിയസ് എന്താണ്? 4. അപ്പോൾ 2π ഇൻറ്റു 4 ആണ് എൽ വാല്യൂ വരിക. ലെങ്ത്ത് ഓഫ് സി ഈസ് എൽ ഇസ് ഈക്വൽ ടു 2πr, ദാറ്റ് ഈസ് 2π ഇൻറ്റു 4.
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 8π. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 8π ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഓൺ സി എഫ് ഓഫ് സെറ്റിൻ്റെ ബൗണ്ട് കണ്ടുപിടിക്കണം. ഇവിടെ എഫ് ഓഫ് സെറ്റ് എന്താണ് ഇ റേസ് ടു സെറ്റ് ബൈ സെറ്റ് പ്ലസ് 1 ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇ റേസ് ടു സെറ്റ് ബൈ സെറ്റ് പ്ലസ് 1 ആണ് എഫ് ഓഫ് സെറ്റ്. ഇനി ഓൺ സി എഫ് ഓഫ് സെറ്റിന് അപ്പർ ബൗണ്ട് മോഡ് എഫ് ഓഫ് സെറ്റിൻ്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സി കണ്ടുപിടിക്കാം. നമുക്കറിയാം സെറ്റ് എന്നുള്ളത് എന്താണ് സി എന്നുള്ളത് എന്താണ് സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്താണ് സെറ്റ് ഓഫ് ടി ഈക്വൽ ടു 4 ഇ റേസ് ടു ഐ ടി എന്നുള്ള ഐ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. അവിടെ ഐ ടി ആണ് എഴുതിക്കണമെന്നേ ഉള്ളൂ. 4 ഇ റേസ് ടു ഐ ടി ദാറ്റ് ഈസ് 4 ഇൻറ്റു കോസ് ടി പ്ലസ് ഐ സൈൻ ടി റേസ് ടു ഐ ടി എന്ന് വെച്ചാൽ എന്താണ് കോസ് ടി പ്ലസ് ഐ സൈൻ ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. സർക്കിൾ മുഴുവനും ഉണ്ട്. അപ്പോൾ റേഞ്ച് എന്താണ് വരിക പാരാമീറ്ററിന് 0 to 2π. ദെൻ ഓൺ സി എഫ് ഓഫ് സെറ്റ് ദാറ്റ് ഈസ് സിയിലെ പോയിൻറ്റ്സ് സെറ്റ് ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഓൺ സി എഫ് ഓഫ് സെറ്റ് എന്താണ് എഫ് ഓഫ് സെറ്റ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും ഇ റേസ് ടു നമുക്കറിയാം എഫ് ഓഫ് സെറ്റ് എന്നത് ഇ റേസ് ടു സെറ്റ് ബൈ സെറ്റ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് സെറ്റ് ഓഫ് ടി എന്തായിരിക്കും ഇ റേസ് ടു സെറ്റ് ഓഫ് ടി ബൈ സെറ്റ് ഓഫ് ടി പ്ലസ് 1. ദെൻ എഗെയിൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണു ഫോർമുല യൂസ് ചെയ്യണം. അതായത് ഇവിടെ യൂസ് ചെയ്യണ ഫോർമുല മോഡുലസ് ഓഫ് സെറ്റ് 1 പ്ലസ് സെറ്റ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് 1 മൈനസ് മോഡ് സെറ്റ് 2. അപ്പം നമുക്ക് ഇതിൽ ഡിനോമിനേറ്റർ ടേം എഫ് ഓഫ് സെറ്റ് ഓൺ സി നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ഡിനോമിനേറ്റർ ടേമാണ് എന്തിവിടെ സെറ്റ് ഓഫ് ടി പ്ലസ് 1. അപ്പം നമ്മൾ അതിനാണ് മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി പ്ലസ് 1ൻ്റെ ഫോർമുലയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി പ്ലസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് 1 എന്നുള്ളത് സെറ്റ് ഓഫ് ടി ആയിട്ടും സെറ്റ് 2 എന്നുള്ളത് എന്തായിട്ട് എടുക്കാം 1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സെറ്റ് 2 എന്നുള്ളത് 1 ആയിട്ട് എടുക്കാം. ദെൻ നമുക്ക് എന്ത് എഴുതാം മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് 1 എന്താണ് എടുത്തുകൊണ്ട് സെറ്റ് ഓഫ് ടി മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി മൈനസ് മോഡുലസ് ഓഫ് സെറ്റ് 2 മോഡ് സെറ്റ് 2 എന്താണ് മോഡ് സെറ്റ് 2 എന്ന് പറയുന്നത് മോഡ് 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി മൈനസ് 1 എന്ന് കിട്ടും. ദെൻ മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി മൈനസ് 1 മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി എന്താണ് മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി നമുക്കിവിടെ സെറ്റ് ഓഫ് ടി ഉണ്ട് 4 ഇൻറ്റു കോസ് ടി പ്ലസ് ഐ സൈൻ ടി. ദെൻ മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി എന്താണ് മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് 4 സ്ക്വയർ സൈൻ സ്ക്വയർ ടി സ്ക്വയർ റൂട്ട് ഇവിടം വരെ ഉണ്ട് കേട്ടോ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് വരും 4 സ്ക്വയർ അത് സ്ക്വയർ റൂട്ടിൻ്റെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 4 ആവും. ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ മോഡ് സെറ്റ് ഓഫ് ടി എന്താണെന്ന് കിട്ടി 4 ആണെന്ന് കിട്ടി. നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് ഓഫ് ടി മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് സെറ്റ് ഓഫ് ടി നമ്മളിവിടെ കണ്ടുപിടിച്ചു 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പം നമുക്കിവിടെ ഓൺ സി എഫ് ഓഫ് സെറ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഡിനോമിനേറ്റർ ടേമിൻ്റെ മോഡുലസ് എന്താണെന്ന് കിട്ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ദെൻ 1 ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ എടുക്കുകയാണ് 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെറ്റ് ഓഫ് ടി പ്ലസ് 1 ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും 1/3 എന്ന് കിട്ടും. ദെൻ ഇതിലെ ന്യൂമറേറ്റർ എന്താണ് ഇ റേസ് ടു സെറ്റ് ഓഫ് ടി അതിൻ്റെ മോഡുലസ് കൺസിഡർ ചെയ്യാണ് മോഡുലസ് ഓഫ് ഇ റേസ് ടു സെറ്റ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം മോഡുലസ് ഓഫ് ഇ റേസ് ടു സെറ്റ് ഓഫ് ടി എന്താണ് 4 കോസ് ടി പ്ലസ് ഐ 4 സൈൻ ടി. ദെൻ മോഡുലസ് ഓഫ് ഇ റേസ് ടു സെറ്റ് അതായത് ഇ റേസ് ടു സെറ്റ് എന്നുള്ളത് പറഞ്ഞാൽ ഇ റേസ് ടു സെറ്റ് എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് ഐ വൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്താണെന്ന് നമുക്കറിയാം ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ദെൻ മോഡുലസ് ഓഫ് ഇ റേസ് ടു സെറ്റ് എന്താണ് മോഡുലസ് ഓഫ് ഇ റേസ് ടു സെറ്റ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈയുടെ മോഡുലസ് ആണ്. അപ്പോൾ എന്ത് വരും സ്ക്വയർ റൂട്ട് ഓഫ് ഇ റേസ് ടു 2x
cos square y plus e raised to 2x sin square y. That is equal to e raised to 2x. കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുക്കാം. ദെൻ സ്ക്വയർ റൂട്ടിൻ്റെ ഔട്ട് സൈഡ് വരുമ്പോൾ ഇ റേസ് ടു എക്സ് ആവും. ഇ റേസ് ടു എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ 1 ആണ്. സോ ഇ റേസ് ടു എക്സ്. അപ്പോൾ മോഡുലസ് ഓഫ് ഇ റേസ് ടു സെഡ്, അതായത് മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ, ഇതാണ് ഇ റേസ് ടു എക്സ്. അപ്പോൾ അതേപോലെ ഇവിടെ എന്താണ് വരിക? ഇ റേസ് ടു 4 cos t പ്ലസ് ഐ 4 sin t. അതിൻ്റെ മോഡുലസ് അതെന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാണ്? ഇ റേസ് ടു, ഇയുടെ പവറായിട്ട് വന്നതിൽ റിയൽ പാർട്ട് 4 cos t ആണ്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ ഇ റേസ് ടു 4 cos t. ദെൻ ഇ റേസ് ടു 4 cos t നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു 4. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പവർ 4 cos t ആണ് വന്നിരിക്കുന്നത്. ദെൻ cos tയുടെ വാല്യൂ എന്താണ്? മോഡുലസ് ഓഫ് cos t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് cos t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇ റേസ് ടു 4 cos t ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു 4 എന്ന് കിട്ടും. ഇ റേസ് ടു 4 ഇൻറ്റു 1 ആണ്, അതായത് ഇ റേസ് ടു 4 എന്ന് കിട്ടും. ദെൻ നമ്മളിവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ആണ്, അതിനാണ് നമ്മൾ ബൗണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്താണ്? മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് നമ്മൾ എഫ് ഓഫ് സെഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മോഡുലസ് കണ്ടുപിടിക്കുകയാണ്. മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് മോഡുലസ് ഓഫ് ഇ റേസ് ടു സെഡ് ഓഫ് ടി ഡിവൈഡഡ് ബൈ സെഡ് ഓഫ് ടി പ്ലസ് 1. ദെൻ മോഡ് ഇ റേസ് ടു സെഡ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു 4 കിട്ടിയിട്ടുണ്ട്. അതേപോലെ മോഡുലസ് ഓഫ് 1 ബൈ മോഡുലസ് ഓഫ് സെഡ് ഓഫ് ടി പ്ലസ് 1, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു 4 ബൈ 3. അപ്പോൾ മോഡ് എഫ് ഓഫ് സെഡിന് ബൗണ്ടാണ് ഇ റേസ് ടു 4 ബൈ 3 ഓൺ ദ കോണ്ടൂർ സി. അപ്പോൾ നമുക്ക് എം എന്നുള്ള വാല്യൂ ആയിരുന്നു ഈ ഒരു ബൗണ്ട് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ എം എന്താണ്? ഇ റേസ് ടു 4 ബൈ 3. ദെൻ ബൈ എം എൽ ഇനീക്വാലിറ്റി നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു സെഡ് ബൈ സെഡ് പ്ലസ് 1 ഡി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ. ഇവിടെ എൽ എന്നാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. എല്ലിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത് 8 പൈ ആയിരുന്നു. ദെൻ എം ഇൻറ്റു എൽ എന്ത് വരും? 8 പൈ ഇൻറ്റു ഇ റേസ് ടു 4 ബൈ 3, ദാറ്റ് ഈസ് 8 പൈ ഇ റേസ് ടു 4 ബൈ 3.